കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. 84 മരണം സ്ഥിരീകരിക്കുന്നു. 35 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 84 മരണമാണ് സ്ഥിരീകരിക്കുന്നത്. പുലർച്ചെയുണ്ടായ 3 തവണയുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ തകർന്നിരിക്കുന്നു. ഒരു ഗ്രാമമാകെ, മുണ്ടക്കൈ എന്ന ഗ്രാമമാകെ ഒലിച്ചു പോയിരിക്കുന്നു. വെള്ളാർമലയിലായാലും സമീപമുള്ള ചൂരൽമലയിലായാലും ഒക്കെ തന്നെയും ഇതുതന്നെയാണ് സാഹചര്യം. പുഴ വഴിമാറി ഒഴുകുന്നൊരവസ്ഥ. വെള്ളപ്പാച്ചിൽ രൂക്ഷമായി. സ്കൂൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. അവിടെ സ്കൂളുകൾ തകർന്നിട്ടുണ്ട്. നാമാവശേഷമായിരിക്കുന്ന ഒരു ഗ്രാമം എന്നത് തന്നെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. നമ്മൾ പെട്ടിമുടിയിലും കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ കണ്ടതിനേക്കാൾ ഭീതിതമായ അവസ്ഥയാണ് വയനാട്ടിൽ നിന്നും വരുന്ന വിവരങ്ങൾ. പുത്തുമലയ്ക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയാണ് ഇത്രയധികം വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കേരളക്കരയാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ കിഷോർ ചേരുന്നു ബാംഗ്ലൂരിൽ നിന്നൊരു പ്രേക്ഷകൻ. കിഷോർ, താങ്കൾക്ക് എന്ത് വിവരമാണ് പങ്കുവെക്കാനുള്ളത്? എനിക്ക് ചൂരൽമല സ്കൂളിന്റെ മുകൾ ഭാഗത്തായിട്ട് സൗഗന്ധിക, പിന്നെ അച്ഛന്റെ പേര് ഭാസ്കരൻ അല്ലെ? ഭാസ്കരൻ, സൗഗന്ധിക, ഇവാൻ, ശകുന്തള അല്ലെ? നേരത്തെ വിനു വിളിച്ചിരുന്നു യുഎഇയിൽ നിന്ന്. നിങ്ങളുടെ ഒരു ബന്ധുവാണെന്ന് തോന്നുന്നു. അദ്ദേഹം വിളിച്ചിരുന്നു. ഞങ്ങൾ ഈ വിവരം കൈമാറിയിട്ടുണ്ട്. വിജയൻ, ഷീബ, നിഖിൽ, ബാലചന്ദ്രൻ അല്ലെ? ഇവർ ചൂരൽമല സ്കൂളിന്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അവിടെ ആ ഭാഗത്തുനിന്ന് കുറെ അധികം ആളുകളെ വിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്. അവിടെ 80-ലധികം ആളുകൾ ചികിത്സയിലുണ്ട്. താങ്കൾ അവിടെ കൂടി ഒന്ന് ബന്ധപ്പെടണം. ആശുപത്രിയിലേക്ക് ഞങ്ങളും വിവരം തേടാം. അവിടെ പരിക്കേറ്റവരുടെ വിവരങ്ങൾ ഞങ്ങളും തേടാം. ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഏതായാലും ഈ വിവരം ഞങ്ങൾ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. ഭാസ്കരൻ, ശകുന്തള, സൗഗന്ധിക, ഇവാൻ എന്നിവരെ കുറിച്ചൊക്കെ തന്നെയും കിഷോർ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചതായിരുന്നു. ഇപ്പോൾ 84 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദുരന്ത സ്ഥലത്തേക്ക് മന്ത്രിമാർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ സൈനികരെ വിന്യസിക്കുകയും ചെയ്യും. 84 മരണമാണ് സ്ഥിരീകരിക്കുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കാണിത്. റവന്യൂ മന്ത്രിയുടെ ഓഫീസ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. 84 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായി മാറുകയാണ്. മുണ്ടക്കൈയിൽ ഗുരുതര സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു പ്രദേശമാകെ ഒലിച്ചില്ലാതായിരിക്കുകയാണ്. ഒരു ഗ്രാമമാകെ ഇല്ലാതായിരിക്കുകയാണ്. ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാടും മുണ്ടക്കൈ ഗ്രാമവും. ഒപ്പം ചൂരൽമലയും വെള്ളാർമലയും എല്ലാം തന്നെ. വെള്ളാർമലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സാനിയോ നിൽക്കുമ്പോൾ തന്നെ 19 മൃതദേഹമാണ് കണ്ടെടുത്തത്. സാനിയോ പറയുകയായിരുന്നു അവരുടെ മുന്നിലൂടെയാണ് ആ മൃതദേഹം കൊണ്ടുപോയത്. ഈ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളും മലപ്പുറത്ത് ചാലിയാർ പുഴയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോത്തുകൽ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നേരത്തെ DCC പ്രസിഡന്റ് വി ജോയ് പറയുന്നത് പോലെ തന്നെ അവിടെ ഗുരുതരമായ സാഹചര്യമാണ്. ഒരുപക്ഷെ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞത്. പലരുടെയും ശരീരാവശിഷ്ടങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു കുഞ്ഞിൻ്റെ കാലുൾപ്പെടെ ഉണ്ടായിരുന്നു. അത്രത്തോളം ഭീതിതമായ ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. അടിയന്തര ഇടപെടലുകൾ ഇനിയും ഉണ്ടായേ മതിയാകൂ. മന്ത്രിമാർ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മുണ്ടക്കൈയിലേക്ക് 20 രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ്. ട്രൂവാലി റിസോർട്ടിൽ കുടുങ്ങിയവരെ ഇപ്പോൾ മദ്രസയിലേക്ക് മാറ്റുകയാണ്. അവിടെ അടിയന്തര വൈദ്യസഹായം വേണ്ടുന്ന 2 പേരെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും മദ്രസയിൽ 3 മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു. നിരവധി ആളുകൾ അവിടെയും പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. ഏറ്റവും ഗുരുതരമായ സാഹചര്യം എന്ന് പറയുന്നത് പാടിയിലുണ്ടായിരുന്ന നിരവധി വീടുകളാണ് ഒലിച്ചു പോയിരിക്കുന്നത് എന്നതാണ്. നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. മരങ്ങൾക്കിടയിൽ, പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. നമ്മൾ രാവിലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അത്തരത്തിലൊരു വ്യക്തിയെ. അദ്ദേഹത്തെ രക്ഷിക്കാനായി എന്നതാണ് ഇതിൽ ഏക ആശ്വാസമായിട്ടുള്ളത്. ഇപ്പോൾ